ഹലോ വെൽക്കം ബാക്ക് ഡിയേഴ്സ്. കാടമുട്ട ഒത്തിരി ഹെൽത്തി ആയിട്ടുള്ള നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിന്നറിന് ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ കാടമുട്ട വെച്ച് ഒരു സ്റ്റൂവും കൂടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ മുട്ട പുഴുങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം ഒരു 20 കാടമുട്ട ഉണ്ടായിരുന്നു. ഇത് പുഴുങ്ങി കഴിഞ്ഞിട്ട് പൊളിച്ചെടുക്കുന്നതായിരുന്നു കുറച്ച് പണി കേട്ടോ. കാരണം തീരെ ചെറുതല്ലേ, പിന്നെ തോടിന് അധികം കട്ടിയില്ല. അപ്പോൾ ഇങ്ങനെ പൊളിക്കുന്ന സമയത്ത് ഈ മുട്ടയുടെ വെള്ള ആ തോടിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പോൾ അത് പൊടിഞ്ഞു പോവാതെ പൊളിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു പണി. അപ്പോൾ ഇത് റെഡിയായി. ഇനി നമുക്ക് സ്റ്റൂ ആക്കാം. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു, വെളിച്ചെണ്ണയാണേ കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, പുറമേ ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആവണം, അത്രയും മതി. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം. ഇനി ഇതേ പാനിൽ തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനകത്തേക്ക് ഒരു 2 കഷ്ണം പട്ട, 2-3 ഏലക്ക, 2-3 ഗ്രാമ്പൂ ഇട്ടു. ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം അല്ലെങ്കിൽ വലിയ ജീരകവും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 വലിയ സവോള നീളത്തിന് കനം കുറച്ച് കട്ട് ചെയ്തതാണേ, 2 പച്ചമുളക്, ഒരു 1-1.5 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി. സവോള ചെറുതായിട്ടൊന്ന് നിറം മാറിയാൽ മതി, നന്നായിട്ട് വാടി ചെറിയൊരു ബ്രൗൺ കളർ വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചപ്പ് മാറും വേണം. ഈ ഒരു രീതിയിലായി കഴിയുമ്പോൾ ഇനി പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാലയോ മീറ്റ് മസാലയോ ഏതായാലും കുഴപ്പമില്ല. എല്ലാം കൂടി നല്ലപോലെ വഴറ്റി പൊടികളുടെ ഒരു ചുവ അങ്ങ് മാറിക്കഴിയുമ്പോൾ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഞാനിന്ന് ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഗ്രീൻ പീസ് ഒക്കെ വേണമെങ്കിൽ ഇടാം. അപ്പോൾ 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും ഇതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചതാണ്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ ഒഴിക്കാം. ഒരു 1-1.25 കപ്പോളം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, 2-ാം പാലാണ് ഒഴിച്ചിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 2 കപ്പ് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലിൽ തന്നെയും ഇത് കുക്ക് ചെയ്യാം. അത് ഇഷ്ടം പോലെ ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടു, 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഇതെല്ലാം വെന്ത് കറി ഒന്ന് കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്യാം. പച്ചക്കറികളൊക്കെ വെന്ത് കറി ഒന്ന് കുറുകി കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വേണമെങ്കിൽ വറ്റിച്ചെടുക്കാം. പിന്നെ അപ്പോൾ ലാസ്റ്റ് അതിനനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ച കാടമുട്ടയും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റും കൂടി ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലാസ്റ്റ് ഒരു 1/2 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കാടമുട്ട സ്റ്റൂ റെഡിയായി. മുകളിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 15-20 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പോഴേക്കും ഗ്രേവിയൊക്കെ കുറച്ചും കൂടെ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കിയത്. ഇടിയപ്പവും കാടമുട്ട സ്റ്റൂവും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. പറഞ്ഞ പോലെ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. പിന്നെ കുട്ടികൾക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുട്ടയൊക്കെ കാണുമ്പോൾ കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.